കൊത്തമ്പള്ളി ഉണ്ടോ? ഇവിടെയൊക്കെ മൊത്തം എന്തേ ഉണ്ടോ കടയാ. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊത്തമ്പള്ളിയിലാണ്, പാലക്കാട് കൊത്തമ്പള്ളി. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ്ലൂംസ്, സാരികളും കാര്യങ്ങളും എല്ലാം, തുണിത്തരങ്ങളൊക്കെ നമുക്ക് വിലക്കുറവിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു കടയിൽ കയറാൻ പോവുക. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് വേണ്ടി കുറച്ച് സാരി എടുക്കാനുണ്ട്, അതിന് വേണ്ടി വന്നു. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്ന കൂത്താമ്പള്ളിയിൽ സുഭാഷ് ടെക്സ്റ്റൈൽസിലാണ്. ഇവിടെയാണ് നമുക്ക് വിലക്കുറവിൽ സാധനം കിട്ടുന്നത് അല്ലേ. അങ്ങനെ ഇവിടെ എത്ര രൂപയുടെയൊക്കെ റേറ്റ് പറഞ്ഞത്? ഇപ്പം നമ്മൾ നോർമലി പുറത്ത് എത്ര രൂപയൊക്കെ കൊടുക്കുന്നത് സാരി? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ 2021 വരുമ്പോൾ അന്നത്തെ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് എടുത്തത് നമ്പർ കോടി കല്യാണം എടുത്ത് 27,000. അത് പുറത്തുനിന്ന് എടുത്തത് കല്യാണം നിർത്തി. കല്യാൺ സിൽസ്. ഓക്കെ. ആ സാധനം തന്നെ സെയിം മെറ്റീരിയൽ ഇവിടെ വന്നെടുത്തത് 8,000 അല്ലേ. നിങ്ങൾ പറയുന്നത് 21 രൂപയുടെ സാധനം ഇവിടെ വന്നെടുത്തപ്പോൾ 8,000 രൂപ. സോ അത്രക്ക് റേറ്റ് വ്യത്യാസമുണ്ട്. സെയിം മെറ്റീരിയൽ റേറ്റ് കുറവല്ലേ. ഇവിടെ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ ഈ സാരിക്ക് ഭയങ്കര റേറ്റാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ വിലക്കുറവ്, ഭയങ്കര വിലക്കുറവ്. 350 മുതൽ സ്റ്റാർട്ടിങ്. ഇവിടെ പട്ട് സാരി ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളും ഈ കഴിഞ്ഞിടക്കാണ് ഈ കടേനെ പറ്റി അറിഞ്ഞത്. കാരണം ഇവർ ഇടയ്ക്ക് വന്ന് ഇവിടെ നിന്ന് എടുക്കുമായിരുന്നു സാരിയൊക്കെ. നമ്മൾ ഈ കഴിഞ്ഞിടക്ക് അറിഞ്ഞു ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരുപാട് കടയുണ്ടല്ലോ അടുത്ത് തന്നെ. അപ്പോൾ എല്ലാവരും മത്സരമായിരിക്കും കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ തന്നെ നെയ്ത് ഉണ്ടാക്കുന്നതാണല്ലേ, അതാണ് ഇവിടെ റേറ്റ് കുറവ് വരുന്നതാണ്. നല്ല മെറ്റീരിയലും കിട്ടുമല്ലേ. വ്യത്യാസം ഉണ്ടാവില്ല. ശരി, ഹാൻഡ്ലൂമാണല്ലേ. കൈകൊണ്ട് അതെ മെറ്റീരിയലും കിട്ടുമല്ലേ. അതെ, സാമ്പിൾ കാണിക്കാനായിട്ട് വരുന്നുണ്ട്. ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 6,750 രൂപ. കാഞ്ചീപുരം അല്ലേ. ഇത് 900 രൂപ. തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അപ്പം മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടല്ലോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ശരി, കാഞ്ചീപുരം രണ്ടും ഹാൻഡ്ലൂമാണോ അതോ? ഹാൻഡ്ലൂമാണ്. കാഞ്ചീപുരം സോഫ്റ്റ് മെറ്റീരിയൽ. ശരിയാ. ശരിയാ. അത് ശരി, വ്യത്യാസം ഉണ്ടല്ലോ. മുണ്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അല്ലേ. 800 രൂപ ഒക്കെ വരത്തുള്ളൂ അല്ലേ. കോട്ടൻ്റെ ഒറിജിനൽ നൂലാണല്ലേ ഇത്. ഇതിപ്പോൾ പണ്ട് മുതലുള്ള ആൾക്കാർ ഇവിടെ കാർന്നോമാരുടെ തലമുറയാണല്ലോ ഇവിടെ കൂടുതലും. അപ്പം അങ്ങനെയുള്ളവരാണ് ഇപ്പം പഴയ ബിസിനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നതല്ലേ. അപ്പോൾ ഈ നമ്മുടെ വലിയ ഡ്രസ്സ് പിന്നെ ഷോപ്സൊക്കെ ഇല്ലേ, അവരൊക്കെ ഇവിടെ നിന്നാണോ വന്നെടുക്കുന്നത് സാരി കാര്യങ്ങൾ? ഇവിടുന്ന് അല്ലേ. വലിയ ആൾക്കാരും ചെറിയ ഷോപ്സൊക്കെ ഇവിടെ നിന്നാണല്ലോ എടുക്കുന്നത്. എന്നിട്ട് അവിടെ എത്തുമ്പം റേറ്റ് കൂടുമെന്നേ ഉള്ളൂ. അതെ, നമ്മളിപ്പോൾ തന്നെ അത് ഇത്രയും സാരി എടുത്തിട്ടുണ്ട്. എത്ര എണ്ണം എടുത്ത് ടോട്ടല്? 16 അല്ലേ. 16 സാരി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത സാരീസ്. ഇതിനകത്തോ വെച്ച് കഴിയുമ്പോൾ ഇതുവരെ എൻ്റെ ഫേവറേറ്റ് ടാറ്റത്തുള്ളതാണ്. അതിനാണ് നിൻ്റെ? ഇത്ര സാരിയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്.
പട്ട് സാരിയൊക്കെ പട്ട് സാരി ആ എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്? പട്ട് സാരി 1650 അല്ലല്ലേ? അതൊന്നും തുറന്നു വിരിച്ച $756 ഇത്. ആ ചുളുങ്ങിയിരിക്കുന്നുണ്ട്. ചുളുങ്ങിയില്ല. ഇവിടെ ഓടിക്കളിക്കാം. എത്ര സാരി ഉണ്ട് ടോട്ടല്? 28? അതെ അതുപോലെ ഇത്രയും 28 സാരി അല്ലേ 27 സാരി ഇത്രയൊക്കെ പുറത്ത് പോയി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ നല്ല പൈസയാവും. ഇവിടെ ആകുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടിൽ ചേച്ചിമാരെ തരികയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും തരും. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് മുണ്ടും ഉണ്ട്, ഒരുപാട് വെറൈറ്റി മുണ്ടും ഉണ്ട്. സിൽക്കോ? സോഫ്റ്റ് സിൽക്ക് സാരി. അങ്കിളിരിപ്പായി. ഇത്ര ഇന്നൊന്നും തീരത്തില്ലെന്ന്. അതെ സോഫ്റ്റ് സിൽക്ക് അല്ലേ? ഇതിനൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത്? 1650. കുറച്ചൊക്കെ നീ സമ്മാനപ്പെടും. ഇവിടെ ഇപ്പം നമ്മൾ ഒരു കടയിലേ കയറിയിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് കട നമുക്ക് ഇവിടെ ഉണ്ട് ഈ സൈഡിൽ. നമ്മുടെ സാധനങ്ങൾ 3 ചേച്ചിമാരെ കൊണ്ടുപോകുന്നല്ലേ. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഇത് മൊത്തം. മുണ്ടും സാരി ഇതെല്ലാം.